സൃഷ്ടി ന്യൂസിന്റെ റൂട്ടഡ് ആപ്പിലൂടെയുള്ള ബയോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. സ്കെൽറ്റൽ സിസ്റ്റത്തെ കുറിച്ചുള്ള പ്രധാന പോയിന്റ്സ് ആണ് ഈ ക്ലാസ്സിൽ ഉള്ളത്. അസ്ഥികളെ കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി. അസ്ഥികൾ നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങൾ ഓസ്റ്റിയോസൈറ്റ്സ്. മനുഷ്യരിലെ അസ്ഥികളുടെ എണ്ണം 206. നവജാത ശിശുക്കളിലെ അസ്ഥികളുടെ എണ്ണം 300. അസ്ഥിയിൽ അടങ്ങിയിരിക്കുന്ന സംയുക്തങ്ങൾ കാൽസ്യം ഫോസ്ഫേറ്റ്, കാൽസ്യം കാർബണേറ്റ്. അസ്ഥിയിൽ കൂടുതലായി കാണപ്പെടുന്ന സംയുക്തം കാൽസ്യം ഫോസ്ഫേറ്റ്. അസ്ഥികളിൽ കൂടുതലായി കാണപ്പെടുന്ന ലോഹം കാൽസ്യം. അസ്ഥികളിൽ കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ. അസ്ഥികളിൽ അടങ്ങിയിരിക്കുന്ന ജീവകം ഡി. ബാഹ്യ അസ്ഥികുടം നഖം, തലമുടി, കുളമ്പ്, കൊമ്പ്. ആന്തരിക അവയവങ്ങൾ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന അസ്ഥികുടം അക്ഷാസ്ഥികുടം. എക്സാമ്പിൾ: കപാലം, വാരിയെല്ലുകൾ, നട്ടെല്ല്, മാറെല്ല്, കഴുത്തിലെ എല്ല്. ചലനവുമായി ബന്ധപ്പെട്ട അസ്ഥികുടം അനുബന്ധ അസ്ഥികുടം. എക്സാമ്പിൾ: കൈ, തോളെല്ല്, ഇടുപ്പ്, കാലുകൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഫീമർ അഥവാ തുടയെല്ല്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ചെവിയിലെ സ്റ്റേപ്പിസ്. മൂക്കിന്റെ പാലം എത്തനോയിഡ്. കീഴ്ത്താടിയെല്ല് മാൻഡബിൾ. മേൽത്താടി മാക്സില്ല. കഴുത്തിലെ അസ്ഥി ഹയോയിഡ്. മനുഷ്യ ശരീരത്തിൽ സ്വതന്ത്രമായി ചലിപ്പിക്കാൻ കഴിയുന്ന ഏക അസ്ഥി ഹയോയിഡ്. മാറെല്ല് സ്റ്റെർണം. ബ്യൂട്ടി ബോൺ എന്നറിയപ്പെടുന്നത് ക്ലാവിക്കൽ അഥവാ തോളെല്ല്. തോളിന്റെ പുറകിലെ എല്ല് സ്കാപ്പുള. നട്ടെല്ലിന്റെ ആദ്യത്തെ ഖശേരു അറ്റ്ലസ്. രണ്ടാമത്തേത് ആക്സിസ്. ഏറ്റവും താഴത്തേത് ഹ്യൂമറസ്. കൈകളിലെ അസ്ഥികൾ റേഡിയസ്, അൾന. മണിബന്ധം അഥവാ റിസ്റ്റ് കാർബൽ. കൈപ്പത്തിയിലെ അസ്ഥികൾ മെറ്റാകാർബൽ. കൈവിരലിലെ അസ്ഥികൾ ഫലാഞ്ചസ്. കാൽമുട്ടിന്റെ താഴെയുള്ള കാലിലെ 2 അസ്ഥികൾ ടിബിയ, ഫിബുല. കാൽമുട്ടിന്റെ ചിരട്ട പാറ്റുള. കണങ്കാലിലെ അസ്ഥി ടാർസൽ. കാൽപ്പത്തിയിലെ അസ്ഥി മെറ്റാടാർസൽ. സ്കെൽറ്റൽ സിസ്റ്റത്തെ കുറിച്ചുള്ള പോയിന്റ്സ് ഇത്രയുമാണ്. താങ്ക് യു.